തിരുവനന്തപുരം നഗരത്തിൽ ഗുണ്ടാവേട്ട. കുപ്രസിദ്ധ ഗുണ്ട ഓം പ്രകാശ് ഉൾപ്പെടെയുള്ളവരെ കരുതൽ തടങ്കലിലാക്കി 82 പേരെയാണ് തടവിലാക്കിയത്. ജബിൻ ജെബി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജബിൻ, ഇടയ്ക്കിടെ അലമ്പുണ്ടാക്കുമ്പോൾ ഈ ഓം പ്രകാശിന്റെയും കൂട്ടാളികളെയും ഒക്കെ പിടികൂടുന്നത് പതിവാണ്. ഇതെന്താണ് ഇത്രയധികം പേരെ 82 പേരെ തെരഞ്ഞു പിടിച്ച് കരുതൽ തടങ്കലിലാക്കുന്ന സാഹചര്യം? തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇപ്പോൾ ഉത്സവത്തിന്റെ നാളുകളാണ്. ഉത്സവം മാത്രമല്ല, അതുപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നഗരത്തിൽ മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും ക്രമസമാധാന നില ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തികിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഇത്തരത്തിലൊരു പരിശോധന നടത്തിയും 82 ക്രിമിനലുകളെ കരുതൽ തടങ്കലിൽ ആക്കിയിരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത് തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലായിട്ടാണ് ഈ 82 പേരെ ഇന്ന് പോലീസ് കരുതൽ തടങ്കലിലായിരിക്കുന്നത്. ഇതിൽ പ്രമുഖരെന്ന് പറയുന്നത് പുത്തൻപാലം ഓം പ്രകാശ്, അതുപോലെ തന്നെ എയർപോർട്ട് ഡാനി, പൊക്കം ഷാജഹാൻ എന്ന് പറയുന്ന തിരുവനന്തപുരം നഗരത്തിന് ഒരു കാലത്ത് കിടുകിട വിറപ്പിച്ചിരുന്ന എല്ലാ ഗുണ്ടാ നേതാക്കന്മാരെയും തന്നെ പോലീസിനെ ഇന്ന് കരുതൽ തടങ്കലിൽ ആക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വരുന്നത് ആറ്റുകാൽ പൊങ്കാലയാണ്. ആറ്റുകാൽ പൊങ്കാല മാത്രമല്ല, നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇവരെല്ലാം തന്നെ ഈ 82 പേരും എന്ന് പറയുന്നത് കൊലപാതക കേസിലെ പ്രതികളാണ്, അതുപോലെ തന്നെ മോഷണ കേസിലെ പ്രതികളാണ്, പോക്സോ കേസിലെ പ്രതികളാണ്. അങ്ങനെ തിരുവനന്തപുരം നഗരത്തിൽ നിലവിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ള എല്ലാ ഗുണ്ടാ തലവന്മാരെയും അല്ലെങ്കിൽ ഗുണ്ടാ നേതാക്കളെയുമാണ് ഇപ്പോൾ പോലീസ് വിവിധ സ്റ്റേഷൻ പരിധികളിൽ നിന്ന് ഇന്ന് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവരെല്ലാം തന്നെ ഇപ്പോൾ കരുതൽ തടങ്കൽ ആക്കുകയും ചെയ്തിട്ടുണ്ട്. ഗോകുൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.